പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ് താൻ ഇത്രയധികം ചിരിക്കാൻ തുടങ്ങിയത് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ ചിരി കുറഞ്ഞതായുള്ള വിമർശനത്തെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ് താൻ ഇതുപോലെ ചിരിക്കാൻ തുടങ്ങിയത് എന്ന്, അതിനു മുമ്പ് ഒരു മസിൽ പിടിക്കുന്ന പ്രകൃതമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ചിരി ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് MV ഗോവിന്ദൻ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താനിപ്പോൾ കാര്യങ്ങളെ മനഃശാസ്ത്രപരമായ രീതിയിലാണ് കാണുന്നതെന്നും അതിന്റെ ഭാഗമായി കാര്യങ്ങളെ പോസിറ്റീവായി സമീപിക്കാനാണ് താനിപ്പോൾ ശ്രമിക്കാറുള്ളത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാം പോസിറ്റീവായി കാണുന്നതിന്റെ ഭാഗമായാണ് ചിരിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെഗറ്റീവായ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നതെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കണമെങ്കിൽ എല്ലാം പോസിറ്റീവായി കാണുന്ന ഒരു സമീപനം ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതിനെതിരെ CPIM സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ മാസം 19 മുതൽ 23 വരെ ഏരിയ തലങ്ങളിൽ കാൽനട ജാഥകൾ സംഘടിപ്പിക്കുമെന്നും 25 ജില്ലാ ആസ്ഥാനങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന ആസൂത്രിതമായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ബജറ്റിന് ശേഷം കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര മന്ത്രിമാരിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നികുതി വിഹിതം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, മറിച്ച് ഭരണഘടനാപരമായ അവകാശമാണ് എന്നും ഈ രണ്ട് മന്ത്രിമാരും അത് മനസ്സിലാക്കണമെന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. അതേസമയം വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗിനകത്ത് കാലാനുസൃതമായ മാറ്റം ഉണ്ടാകണമെന്നാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറയുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി PK ഫിറോസ് പറയുന്നുണ്ട്. ഒരു അഭിമുഖ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് സംബന്ധിച്ച് ലീഗിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. ലീഗിനകത്ത് സ്ത്രീകൾക്ക് പൂർണ്ണമായ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം തനിക്കില്ല എന്നും PK ഫിറോസ് പറയുന്നുണ്ട്. ആ വിമർശനം ഉൾക്കൊണ്ടാണ് കഴിഞ്ഞ തവണ പോഷക സംഘടനകളുടെ ഭാരവാഹികളിൽ 20% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.